മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ദേശീയ കമ്മിറ്റിയിൽ ചരിത്രത്തിലാദ്യമായി വനിതകളെ ഉൾപ്പെടുത്തി. കേരളത്തിൽ നിന്ന് ജയന്തി രാജൻ, തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസഫർ എന്നിവരാണ് ലീഗ് ദേശീയ കമ്മിറ്റിയിലെത്തിയത്. ചെന്നൈയിൽ ചേർന്ന ലീഗ് ദേശീയ കൌൺസിൽ യോഗത്തിലാണ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത്. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, ചരിത്രത്തിലാദ്യമായി ദേശീയ കമ്മിറ്റിയിൽ വനിതകൾ ഇടം പിടിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് ഇടം പിടിച്ചവർ? വിവരങ്ങൾ എന്താണ്? ദിവ്യ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലാദ്യമായി അതിന്റെ ദേശീയ കമ്മിറ്റിയിൽ 2 വനിതകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദേശീയ കമ്മിറ്റി പുനഃസംഘടനയിലെ തീരുമാനം. പുതിയ കാലത്തിനനുസരിച്ച് ലീഗ് അതിന്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നു എന്ന സൂചന കൂടി ഈ തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. നേരത്തെ ലീഗ് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ തരത്തിലുള്ള വിമർശനം കാലങ്ങളായി കേൾക്കുന്നതാണ്. വനിതാ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടെല്ലാം കേൾക്കുന്നതാണ്. അത്തരം വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയായാണ് ലീഗിന്റെ ഈ തീരുമാനത്തെ കാണേണ്ടത്. എന്തായാലും 27 അംഗ ദേശീയ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. 27 അംഗങ്ങളിലാണ് 8 വനിതകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് കേരളത്തിൽ നിന്നുള്ള ജയന്തി രാജൻ, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാത്തിമ മുസഫർ എന്നിങ്ങനെ 2 പേര് വനിതകളായി ദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ലീഗിന്റെ പോഷക സംഘടനകൾ MSF, യൂത്ത് ലീഗ് അടക്കമുള്ള പോഷക സംഘടനകളുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികളിൽ അടക്കം വനിതകളെ ഉൾപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു. ആ നിലയ്ക്ക് വനിതകളെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേശീയ കമ്മിറ്റിയിൽ കൂടി വനിതകൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദേശീയ കമ്മിറ്റിയിൽ മറ്റ് ഭാരവാഹികളിൽ കാര്യമായ മാറ്റമില്ല. പ്രത്യേകിച്ച് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തന്നെയാണ് ദേശീയ പ്രസിഡന്റായി തുടരുന്നത്. ഒപ്പം തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനായി തുടരുന്നു. PK കുഞ്ഞാലിക്കുട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും തുടരുന്നുണ്ട്. ET മുഹമ്മദ് ബഷീർ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും സ്ഥാനം തന്നെ തുടരുന്നുണ്ട്. മറ്റ് അംഗങ്ങൾ അതായത് അഹമ്മദ് സമദാനിയും വഹാബും പ്രൊഫസർ PV അബ്ദുൽ വഹാബും അതേ സ്ഥാനത്ത് PV അബ്ദുൽ വഹാബ് MP-യും ട്രഷററായി തുടരുന്നുണ്ട്. മറ്റ് സ്ഥാനങ്ങളിൽ ചില മാറ്റങ്ങൾ കൂടി വരുന്നുണ്ട്. പുതുതായി കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതാണ് പ്രധാനപ്പെട്ട മാറ്റം. KPA മജീദ് MLA-യെ ദേശീയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി തീരുമാനിച്ചത് പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഒപ്പം തന്നെയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മുനവർ അലി ശിഹാബ് തങ്ങളെ ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP-യെ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹത്തെ കൂടി ദേശീയ കമ്മിറ്റിയിലേക്ക് ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ TA അഹമ്മദ് കബീർ, മുൻ MLA ആയിട്ടുള്ള TA അഹമ്മദ് കബീറും ലീഗിന്റെ ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2 വനിതകളെ തെരഞ്ഞെടുത്തതിൽ അതായത് 2 പേരും ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി അതിന്റെ ദേശീയ കമ്മിറ്റിയിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്ന ബോഡിയിൽ 2 വനിതകളെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം. ദിവ്യ, കേരളത്തിൽ നിന്ന് ജയന്തി രാജൻ, തമിഴ്നാട്ടിൽ നിന്ന് ഫാത്തിമ മുസഫർ എന്നിവരാണ് ലീഗ് ദേശീയ കമ്മിറ്റിയിലെത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഷബീർ ഒമർ നൽകിയത്.